കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. അധ്യായത്തിന്റെ 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിലുമായി നാം വായിച്ച കാര്യത്തെക്കുറിച്ച് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 സുവിശേഷകന്മാരിൽ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ ഭാഗത്തിന് അല്പമായ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു കുരുടൻ ദൈവത്തിൽ നിന്ന് ചോദിച്ച് സൗഖ്യം പ്രാപിക്കുന്നു എന്നുള്ള വിഷയമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ ഭാഗം രേഖപ്പെടുത്തുമ്പോൾ അവിടെ 2 കുരുടന്മാരെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 അന്ധന്മാരുടെ സൗഖ്യത്തെ കുറിച്ച് മത്തായി പറയുക. മർക്കോസിന്റെ സുവിശേഷത്തില് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വ്യത്യാസം, ആ സൗഖ്യം പ്രാപിച്ച കുരുടൻ ഒരാൾ മാത്രമേ ഉള്ളെന്നാണ് മർക്കോസും ലൂക്കോസ് സുവിശേഷകനും രേഖപ്പെടുത്തുന്നത്. മർക്കോസ് ഈ സൗഖ്യം പ്രാപിച്ച കുരുടന്റെ പേര് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ബർത്തിമായി എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ യേശു കർത്താവ് തന്റെ ശുശ്രൂഷയുടെ സമാപ്തി കുറിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന സമയമാണ്. ഈ സമയത്ത് തന്റെ യാത്രയുടെ വഴിയിലുള്ള ഒരു പട്ടണമായിരുന്നു യെരിഹോ പട്ടണം. യെരുശലേമിലെ പെസഹായുടെ നാളടുത്ത് വന്നതുകൊണ്ട് വളരെ വഴിയാത്രക്കാരുടെ വളരെ തിരക്കുള്ള സമയമായി. അപ്പം ഈ സമയത്ത് യെരിഹോവിന് സമീപത്ത് വഴിയോരത്തിരുന്ന് ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന, മത്തായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ 2 കുരുടന്മാർ. നമ്മളിന്ന് ദുർവാക്യമായി വായിച്ചാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു കുരുടൻ, ആ കുരുടൻ അവര് ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ആ കുരുടന് യേശുക്രിസ്തുവിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നു. അവനോട് നമുക്ക് ഈ ഭാഗത്തിലേക്ക് കടന്നു വരാം. അവൻ യെരിഹോവിന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ടെന്നാണ്. ഇരക്കുക എന്ന് പറഞ്ഞാൽ യാചിക്കുക, ഭിക്ഷ ചോദിക്കുക എന്നാണ്. ഇരന്നും കൊണ്ട് വഴിയരികെ എന്ത് ചെയ്തിരുന്നു? അവൻ പുരുഷാരം കണ്ണ് കാണത്തില്ല. പുരുഷാരം ഇങ്ങനെ കടന്നു പോകുന്നത്, അവരുടെ പോകുന്ന ശബ്ദം, കാര്യം പറയുന്നതൊന്നും അവർ നടക്കുന്ന ശബ്ദം ചെയ്തുകൊണ്ടിരിക്കുക. അവൻ കേട്ടുകൊണ്ടിരുന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്തെന്ന് അവൻ ചോദിച്ചു. അവിടെ നമുക്ക് ആ ഭാഗത്ത് വരുമ്പോൾ ഇതെന്തെന്ന് ചോദിച്ചു. പുരുഷാരം നടന്നു പോവുകയും സംസാരിക്കുകയോ ഇങ്ങനെ തിരക്കിപ്പോകുന്നു. അപ്പോൾ അവൻ ചോദിച്ചു ഇതെന്താ? അപ്പോൾ യെരിഹോവില് വഴി യേശുക്രിസ്തു വരുന്നു. യേശുവിനെ കാണാനും കൂടെ പുരുഷാരങ്ങളൊക്കെ വന്നതായിട്ട് അവിടെ എഴുതിയിട്ടില്ലെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പൊ അവിടുത്തെ ആളുകൾ പറഞ്ഞു, എന്താ പറഞ്ഞറിയാമോ? യേശു ഈ വഴിയായിട്ട് എന്ത് ചെയ്യുന്നു? കടന്നു പോകുന്നു എന്ന് പറവാനിടയായി തീർന്നു. അവിടെ അവന് അവിടെ സംഭവന ചെയ്യുന്ന വിഷയം ഇതാണ്: യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഭിക്ഷക്കാരനാണെങ്കിലും അവന് യേശുവിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞിരുന്നത് കൊണ്ടാണ് അവൻ യേശുവിനെ സംബോധന ചെയ്തത് ദാവീദ് പുത്രൻ. പുരുഷാരം പറഞ്ഞത് എന്താ? പുരുഷാരം പറഞ്ഞത് എഴുതിയിട്ടുണ്ട്.
നൈപല്യത്തിൽ നസ്രയനായിട്ട് യേശു എന്ത് ചെയ്യുന്നു? കടന്നു പോകുന്നു. അങ്ങനെ പുരുഷാരൻ പറഞ്ഞു കൊടുത്തില്ല, ദാവീദ് പുത്രനാണ് യേശു. ദാവീദ് പുത്ര എന്ന് വിളിക്കാൻ കാരണം, ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ പണിയുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ ദാവീദിന്റെ സിംഹാസനത്തിൽ മശിഹ ഇരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദാവീദിന്റെ പുത്രനായി വരുന്ന ക്രിസ്തുവാണ് ഈ വഴിയായി കടന്നു പോകുന്ന കുരുടനെന്ന്, നസ്രയനായ യേശു എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന ഈ യേശു ദാവീദ് പുത്രനായിരിക്കുന്ന ക്രിസ്തുവാണെന്ന് അവൻ അറിയാമായിരുന്നത് കൊണ്ടാണ്, അവൻ അറിയേണ്ടവണ്ണം അറിയാമായിരുന്നത് കൊണ്ടാണ് അവൻ ദാവീദ് പുത്ര എന്ന് സംബോധന ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാലം നമ്മൾ കർത്താവുമായുള്ള ബന്ധം, മറ്റുള്ളവർ കർത്താവിനെ കുറിച്ച് അറിയുന്ന നിലവാരങ്ങളിൽ അറിയുന്നവർക്ക് യഥാർത്ഥമായി കർത്താവിന് കൊടുക്കേണ്ട ആരാധന കൊടുക്കുവാൻ കഴിയത്തില്ല. നമുക്കറിയാം, കർത്താവിനെ അറിയുന്നവരാണ് ഭാരതത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും യേശുവിനെ അറിയാം. കമ്മ്യൂണിസ്റ്റുകാരന് യേശുവിനെ അറിയാം, കോൺഗ്രസുകാരന് യേശുവിനെ അറിയാം, BJP-ക്കാരന് യേശുവിനെ അറിയാം. അവരാരും യേശുവിനെ അറിയാത്തവരല്ല. അവരെല്ലാം യേശുവിനെ അറിയുന്നത് വ്യത്യസ്ത നിലവാരത്തിലാണ്. നമ്മുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാ ഗാന്ധിജി യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം അരച്ച് കലക്കി നമ്മളെക്കാൾ നല്ലവണ്ണം മനസ്സിന്റെ ഓരോ പദങ്ങളും കുടിച്ച്, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ അരച്ച് കുടിച്ച മനുഷ്യനായിരുന്നു മഹാത്മജി. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഗാന്ധിജി ഏറ്റെടുത്തിരുന്നില്ല, അല്ലെങ്കിൽ കർത്തൃത്വത്തെ ഏറ്റെടുത്തിരുന്നില്ല. ഗാന്ധിജി യേശു ക്രിസ്തുവിനെ ഒരു മഹൽ ഗുരുവായി, ചരിത്രത്തിലെ ഒരു മഹൽ ഗുരുവായി കണ്ട് മനസ്സിലാക്കി ആ ആദർശം ജീവിതത്തിൽ പകർത്തിയവനാണ് മഹാത്മാഗാന്ധിജി. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യയിലെ ഭാരതത്തിലെ ഗുരുക്കന്മാരുടെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഗുരുക്കന്മാരുടെ കൂട്ടത്തിൽ യേശു ക്രിസ്തു നല്ലൊരു ഗുരുവായി എല്ലാവരും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ നസ്രയനായ യേശു, നസ്രയത്തിൽ ജനിച്ചു വളർന്ന മറിയത്തിന്റെയും യോസേഫിന്റെയും മകനായിരിക്കുന്ന യേശു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന യേശു, ഭക്ഷിപ്പാൻ കൊടുക്കുന്ന യേശു, രോഗികളെ സൗഖ്യമാക്കുന്ന യേശു, ഭൂതങ്ങളെ പുറത്താക്കുന്ന യേശു, ദൂതവീര്യ പ്രവർത്തികൾ ചെയ്യുന്ന യേശു, ഇങ്ങനെ വ്യത്യസ്ത നിലവാരങ്ങളിൽ യേശുവിനെ കുറിച്ച് അറിയാമെങ്കിലും അക്ഷരീയ കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അഴക്കണ്ണിന് കാഴ്ചയുള്ളവൻ പറഞ്ഞു, ഈ വഴി കടന്നു പോകുന്നവൻ ദാവീദ് പുത്രനായ ക്രിസ്തുവാണ്, എനിക്ക് അവന്റെ ദിവ്യ സാന്നിധ്യം ആവശ്യമാണ്. ഇന്ന് തൽക്കാലം മറ്റുള്ളവർ യേശുവിനെ കുറിച്ച് എങ്ങനെ അറിയുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നാം യേശുവിനെ അറിയുന്നവരായി തീരുവാൻ ഇടയായിത്തീരട്ടെ. നമുക്കറിയാം, പത്രോസിനോട് യേശു ചോദിച്ചു, ജനം എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? ശിഷ്യന്മാരെല്ലാരും കൂടിയിട്ട് പല പ്രതികരണങ്ങൾ പറഞ്ഞു. നല്ല ഗുരുവാണ്, പ്രവാചകനാണ്, യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ജനം പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? ആ ശബ്ദം കേട്ടപ്പോഴേ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ളവനായിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവാകുന്നു. യേശുവിനോട് പറഞ്ഞു, പറയുവാനാശി പോലെ ജനരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്റെ പിതാവാത്രേ. പിതാവാ ദൈവത്താൽ ആകർഷിക്കപ്പെട്ടിട്ടില്ലാതെ ആർക്കും യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് ഏറ്റുപറയാൻ കഴിയത്തില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് ഈ ആശ്ചര്യമായ കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ആ കണ്ണിന്റെ കാഴ്ച കൊണ്ട് ഈ കുഞ്ഞിനെ മനസ്സിലാക്കുവാനിടയായിട്ടുണ്ട്. ഇന്ന് തൽക്കാലം ദൈവത്തിന്റെ മക്കളെ നാം നമ്മുടെ കർത്താവിനെ അറിയേണ്ടവണ്ണം അറിയുന്നവരായിട്ടുണ്ട്. അവരിൽ നിന്ന് മറ്റാർക്കും പ്രാപിക്കാൻ കഴിയാത്ത ചില വിടുതലുകൾ, ചില അത്ഭുതങ്ങളല്ല, നിത്യമായ രക്ഷകരെ കരസ്ഥമാക്കുവാനിടയായിത്തീരാം. ഇന്ന് തൽക്കാലം സൗഖ്യമാക്കുന്ന ഒരു കർത്താവ്, അവൻ കർത്താവിന് മുന്നിൽ എന്നറിയാമോ ചോദിച്ച് സൗഖ്യം പ്രാപിച്ചു. സന്തോഷമുണ്ട്, ദൈവത്തെ സ്നേഹിക്കട്ടെ. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഇതിന് കർത്താവിനോട് എന്താ ചോദിക്കേണ്ടതെന്ന് എന്ത് ചെയ്യായിരുന്നു? അറിയായിരുന്നു. ഇന്നൽക്കാലം അവൻ അന്ധനാണെങ്കിലും അവന്റെ ഭാവി ആവശ്യത്തിന് വേണ്ടി അവൻ കാണുന്നവരോടെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയാമോ? ഇരക്കായിരുന്നു. എനിക്ക് വല്ലം തരണേ, എനിക്ക് കണ്ണ് കാണത്തില്ലേ, എനിക്ക് വല്ലം തരണേ, എനിക്ക് 10 ദിനാറ്
എനിക്ക് ദിനാറെ എനിക്ക് ഒരു ദിനാറ് തരണേ, ഞാൻ കണ്ണ് കാണാത്തവനാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്നെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണേ. പരസഹായത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി, അവനെ ശാരീരിക സഹായത്തിന് വേണ്ടി ഒക്കെ മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് ഇടയ്ക്കുക. എന്നാൽ യേശുവിനെ യേശുവിന്റെ അടുക്കിലേക്ക് അവൻ അടുത്തെല്ലാം വായിച്ചപ്പോ അവിടെ കൂടി നിന്നവർ എന്ത് ചെയ്യുന്നറിയാമോ? അവനെ അസഹ്യപ്പെടുത്തി. എന്താ പറഞ്ഞറിയാമോ? മിണ്ടാതിരിക്കാൻ ശാസിച്ചു. മിണ്ടാതിരിക്കുവാൻ എന്ത് ചെയ്തു? അവിടെ കൂടിയത് പറഞ്ഞു, എടാ ഈ പോകുന്ന ആള് ഞങ്ങളുടെ റബിയാണ്, മൊസറേന യേശുവാണ് കടന്നു പോകുന്നത്, നീ മിണ്ടാതിരിടാ. ഇവിടെ പിച്ചക്കാരൻ തെണ്ടിക്ക് ഇവിടെ എന്താ കാര്യം അല്ലേ? നീ മിണ്ടാതെ ഇരിക്കാൻ പറഞ്ഞു. ഉടനെ അവിടെ നമ്മൾ കാണുന്നത് അവനോ ദാവീദ് പുത്ര എന്നോട് കണ്ണ തോന്നണമെന്ന് ഏറ്റുവാക്യം നിലവിളിച്ചു. ദാവീദ് പുത്ര എന്ന് എന്ത് ചെയ്തു? ഏറ്റവും അധികം നിലവിളിച്ചു. ഏറ്റവും അധികം പറഞ്ഞാൽ അവനോട് എത്ര പ്രാവശ്യം ഉണ്ടാതിരിക്കാൻ പറഞ്ഞു, അതിലധികമായിട്ട് എന്ത് ചെയ്തു? അവന് നിലവിളിച്ചു. അപ്പൊ യോഹന്നാൻ 7-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം ഒന്ന് വായിച്ചു. ദാവീദിന്റെ സന്തതിയിൽ നിന്നും ദാവീദ് പാർത്ത ഗ്രാമമായ ബേത്ലഹേമിൽ നിന്നും ക്രിസ്തു വരുന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നില്ലയോ എന്നും പറഞ്ഞു. അങ്ങനെ പുരുഷാരത്തിൽ അവനെ ചൊല്ലി ഭിന്നതയുണ്ടായി. അവരിൽ ചിലർ അവനെ പിടിപ്പാൻ ഭാവിച്ചു, എങ്കിലും ആരും അവന്റെ പേരിൽ കൈവച്ചു. പറയുന്നത് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ക്രിസ്തു വരുന്നവൻ അറിയുന്നില്ല എന്നുള്ള ചർച്ചകളുണ്ട്. അവിടെ മറ്റൊരു അവസരത്തിലാണെങ്കിലും യേശുവിനെ അവർ പിടിക്കാനൊക്കെ ഒരു കൂട്ടം ആൾക്കാരെ ഭാവിച്ചു. യേശു ക്രിസ്തുവാണെന്ന് ചിലർ വിശ്വസിക്കാൻ കഴിയുന്നല്ല. ഇവൻ യഥാർത്ഥമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയാമോ? ആരെല്ലാം നിന്റെ ആവശ്യങ്ങൾ യേശുവിനോട് പറയണ്ടെന്ന് പറഞ്ഞാലും, പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞാലും, പ്രാർത്ഥനയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞാലും, എന്തെല്ലാം തടസ്സവാദങ്ങൾ ആരെല്ലാം ഉന്നയിച്ചാലും അവനറിയാം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് യേശു ക്രിസ്തു എന്ത് ചെയ്യണം? വരേണ്ടതാകുന്നു എന്നുള്ളത് വിശ്വസിച്ചവനാ. അവനെന്ത് ചെയ്തു? അവനെ കൂടുതൽ ശക്തിയോടെ എന്ത് ചെയ്തു? അവൻ നിലവിളിച്ചു. അപ്പം അവന് കൂടുതൽ ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ എന്ത് ചെയ്തു? അവനെ വർദ്ധിച്ചു. കാര്യം യേശുവിനെ അടുക്കിലേക്ക് പോയാൽ അവനെ തടയുന്ന അനുഭവം ഉണ്ടായി. അപ്പം അവരെന്താ ചെയ്തതെന്നറിയാമോ? അവിടെ അവൻ നിലവിളി എത്തേണ്ടയിടത്ത് അടുത്തേക്ക് എന്ത് ചെയ്തു? എത്തി. ആരെല്ലാം തടഞ്ഞാലും കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നവന്റെ നിലവിളി എത്തേണ്ടവന്റെ അടുത്ത് ചെയ്യും. പുരുഷാരം അവരുടെ ആത്മീയമായ ഭൗതികമായ വിഷയങ്ങൾക്ക് അവരുടെ അന്ധതയ്ക്ക് പരിഹാരം വരുത്തുവാൻ പുരുഷാരത്തിന് കഴിയത്തില്ല. എന്നാൽ അവന് സൗഖ്യം വരുത്തുവാൻ കഴിയുന്നതോടെ നിലവിളിച്ചപ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തുകയാണ്, അവനെ ശാസിക്കുകയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ യേശു എന്താ ചെയ്ത്? യേശു നിന്ന് അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുക്കെ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവെ, എനിക്ക് കാഴ്ച കിട്ടണമെന്ന് അവൻ പറഞ്ഞു. ശ്രദ്ധിക്കണേ, തന്റെ ആവശ്യങ്ങളിൽ നിന്ന് ആരെല്ലാം പിന്മാറ്റാൻ ശ്രമിച്ചാലും അവൻ പിന്മാറാൻ തയ്യാറായില്ല. അവൻ പറഞ്ഞു, യേശുവിന്റെ അടുക്കൽ ആ നിലവിളി എന്ത് ചെയ്തു? നമ്മളെ എവിടെ ശ്രമിച്ച് വായിക്കണേ. യേശു നിന്ന് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു. യേശു അവിടെ നിന്നു. ആർക്ക് വേണ്ടിയാ നിന്നേ? ഈ നിലവിളിക്കുന്ന ഭിക്ഷക്കാരന് വേണ്ടി യേശു അവിടെ നിന്നു. യേശുവിനോട് പറഞ്ഞു, അവനെ എന്റെ അടുക്കൽ എന്ത് ചെയ്യണം? കൊണ്ടുവരാൻ ശാസിച്ചവരോട് പറഞ്ഞു. കാര്യം അവന് ഒരു കാര്യം അറിയാം, എന്റെ വിഷയത്തിന് പരിഹാരം തെറ്റുവാൻ യേശുവിന് മാത്രമേ എന്ത് ചെയ്തുള്ളൂ. ആരുടെ എന്തെല്ലാം പറഞ്ഞാലും കർത്താവിന് മാത്രമേ എന്റെ വിഷയത്തിന്. പലരും ആരാധനയ്ക്ക് വരാതിരിക്കാനോ ഓൺലൈനിൽ കൂടെ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കാതിരിക്കാനോ എന്ത് വരുന്നുണ്ടെന്നാണ് പലരും ചെയ്യുന്നത്, ചിന്തിക്കുന്നത്.
എന്നാൽ ഇവിടെ അന്തൻ എന്താ ചിന്തിച്ചെന്നറിയാമോ? ആരെല്ലാം തടഞ്ഞാലും എന്റെ ഈ ആവശ്യത്തിന് പരിഹാരം വരുത്താൻ യേശുവിനെ കൊണ്ടേ കഴിയത്തുള്ളൂ. അവൻ നിലവിളിച്ചുകൊണ്ടേയിരുന്നു, അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം അവൻ മറ്റുള്ള പരാശ്രയ ചിന്തകളും ദാരിദ്ര്യങ്ങളും അവന്റെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എന്ത് ചെയ്യുന്നറിയാമോ? അവന് എന്ത് ചെയ്തു? അവന്റെ സങ്കടം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? നിലവിളിച്ചുകൊണ്ടിരുന്നു. ആവശ്യകതാബോധത്തോടെ നിലവിളിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമുക്ക് സങ്കീർത്തനത്തിൽ ചില വാക്കുകൾ വായിക്കാം. 38-ാം സങ്കീർത്തനത്തിലെ 8 മുതൽ 11 വാക്കുകൾ വായിക്കാം. 38-ാം സങ്കീർത്തനത്തിൽ 8 തൊട്ട് 11 വാക്യങ്ങൾ. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. എന്റെ ഹൃദയത്തിലെ ഞെരുക്കം നിമിത്തം ഞാൻ അലറുന്നു. എന്റെ ഹൃദയത്തിലെ ഞെരുക്കം നമുക്ക് ഞാൻ. അപ്പൊ ജീവൻ അലറാൻ കാര്യമില്ല. അവിടെ എഴുതിയിട്ടില്ലേലും ആ ആൾക്കാരുടെ അവന്റെ സാധനയും പരാശ്രയവും അവൻ അഭിവൃദ്ധിക്കുന്ന ബുദ്ധിമുട്ടുകളും അവന്റെ ഹൃദയത്തെ അറിയാമോ? ആ ഞെരുക്കിയപ്പോൾ അവൻ അലറി നിലവിളിച്ചു, ദാവീദ് പുത്രാ, എന്നെ ഇട്ടിട്ട് പോകരുതേ. ന്യായത്തെ ദൈവത്തെ കർത്താവിന് അറിയത്തില്ലേ? അവന്റെ ആവശ്യതകൾ, എല്ലാ ആവശ്യങ്ങളും കർത്താവിന് അറിയത്തില്ലേ? എല്ലാ ആവശ്യവും കർത്താവിനറിയാം. നമുക്കറിയാം. 34-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ എടുത്തു വായിക്കേണ്ട ഈ എളിവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും എന്തു അവനെ രക്ഷിച്ചു. അപ്പം കർത്താവിന്റെ സന്നിധി നിലവിളിക്കുന്നവരുടെ അല്പം കഷ്ടങ്ങളിൽ നിന്നല്ല, സകലത്തിനും വിടുതലിടാൻ കഴിയുള്ളവനാണ്. അപ്പം അവൻ എന്ത് ചെയ്യുന്നു? അവനെ ഈ ബുദ്ധിമുട്ട് ഭാരങ്ങളും മറ്റുള്ളവരെ സമൂഹത്തിൽ ഒച്ചത്തിൽ എന്ത് ചെയ്യുന്നു? നിലവിളിച്ചു. അപ്പം നിലവിളി എവിടെ എത്തിയെന്ന് എത്തേണ്ടവന്റെ ചെവിയിൽ എന്ത് ചെയ്യുന്നു? എത്തേണ്ടവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവന്റെ നിലവിളിയുടെ മുമ്പിൽ നിൽക്കുവാനിടയായിട്ട്. കാലം ദൈവത്തിന്റെ വഴിയിൽ എന്തെല്ലാം പ്രാതികൂല്യങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും, ആത്മീയ ഭൗതിക നിലവാരങ്ങൾ എന്തെല്ലാം വെല്ലുവിളികളെ അധികരിക്കേണ്ടി വന്നാലും പ്രാർത്ഥന നിലവിളിക്കണമെന്ന് നിലവിളിച്ചാൽ നിലവിളി എത്തേണ്ടവന്റെ ചെവിയിലെത്തും. എത്തേണ്ടവന്റെ ചെവിയിലെത്തിയാൽ ആവശ്യകതകളിൽ അവൻ പ്രവർത്തിച്ചിട്ടല്ലാതെ അവൻ മുൻപോട്ട് പോവുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പോലും രക്ഷിപ്പാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയോടും പ്രാർത്ഥനയോടും അഭയാചനയോടും കൂടെ ചെയ്യുന്ന അപേക്ഷിക്കുന്ന എബ്രായരുടെ പുസ്തകത്തിൽ പറയുന്നത് നമ്മൾ അതന്നെ മാത്രമല്ല, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ, നമുക്ക് വേണ്ടി പിതാവിന്റെ വസ്തുവാക്കുന്ന അനുഗ്രഹങ്ങൾ വാങ്ങിച്ചേരുവാൻ അശക്തനായ ഒരു മധ്യസ്ഥനെ അല്ല നമ്മൾ സേവിക്കുന്നതെന്ന് എബ്രായരുടെ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. ദൈവത്തിന്റെ മേലില് നിലവിളിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു കർത്താവ്, മറികടക്കാത്തൊരു ദൈവം. നമുക്ക് തന്നെ ഞാൻ ഭാഗമെടുത്ത് പുസ്തകസമയത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. നൈലിലേക്ക് പോകുന്ന ആ വഴിമധ്യേ ഒരു നൈലിലെ ഒരു വിധവയുടെ ഏക മകൻ എന്ത് ചെയ്തിരിക്കുന്നു? മരിച്ചിരിക്കുന്നു. ആ വിധവ തന്റെ ഏകമകനെ ഓർത്ത് ദുഃഖിച്ച് വിലപിച്ചുകൊണ്ട് ആ വിലാപമഞ്ചത്തിന്റെ പിന്നാലെ അവൻ കരഞ്ഞുകൊണ്ടുവരികയാണ്. അവളെ അനേകം ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ വിധവയ്ക്ക് അവര് മകനല്ലാതെ മറ്റൊരു മകനുമില്ല. എന്നാൽ യേശു അറിയാമോ അവിടെ നിന്നുകൊണ്ടാണ് വായിക്കുന്നത്. എന്നിട്ട് ആ ശവമഞ്ചത്തെ അറിയാമോ യേശു തൊട്ടു. അവൻ ഇരുന്ന് ഉയർത്തി നിൽക്കുവാനിടയായിരുന്നു. നമ്മളോട് സഹതാപം കാണിക്കുവാൻ കഴിയുന്ന, കരയുന്നതോടൊപ്പം കരയുവാൻ കഴിയുന്ന കലർത്തികൾ കണ്ണുനീർവാർത്ത ഒരു കർത്താവ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് കാലം നിലവിൽ കേൾക്കുന്ന കർത്താവ്, പ്രതിസന്ധികളെ അറിയുന്ന കർത്താവ്. ഇസ്രായേലിന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നത് വേദവിചാരകന്മാർ നിബന്ധമുള്ള അവരുടേതായിരിക്കുന്ന പീഡനങ്ങളെ, അടിമത്തങ്ങളെ, രാഷ്ട്രങ്ങളെ ഞാൻ കാണുന്നു, ഞാൻ അറിയുന്നു, ഞാൻ കാണുന്നു. ആ ഉയരുള്ള പീഡനങ്ങളെ ആ മാറ്റുവാനായി മോശയെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. നമുക്കവിടെ കാണുവാൻ ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ നീ എന്നോട് എന്ത് ചെയ്യണം? കരുണ. നിനക്കെന്നോട് കരുണ തോന്നണം. നിനക്കെന്നോട് കരുണ തോന്നണം. അവന് ആ ജീവിതത്തിൽ
നമുക്കറിയാം സങ്കീർത്തനത്തെ 83-ാമത്തെ സങ്കീർത്തനത്തിന്റെ 63-ാമത്തെ സങ്കീർത്തനത്തിന്റെ 3-ാം ഭാഗത്തില് നിന്റെ കരുണ അല്ലെങ്കിൽ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. അപ്പൊ അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണ, അവന്റെ ജീവനേക്കാൾ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ജീവിതത്തിന് വേണ്ട ഈ സാമ്പത്തികത്തെക്കാളൊക്കെ നല്ലതാണെന്ന് ഈ 63 സങ്കീർത്തനക്കാരനെ പോലെ ഇവരെ എന്ത് ചെയ്തിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ചിലർക്കെല്ലാം ആവശ്യത എന്താണ്? ഭൗമികമായ ആവശ്യതകൾ. ഇവന് ചോദിക്കായിരുന്നു, കർത്താവേ ഇനി മിച്ച രണ്ടാം പാതെ എനിക്ക് കണ്ണ് കാണത്തില്ലെന്നുള്ള കാര്യം അറിയാമല്ലോ, എനിക്ക് നല്ല കുറെ സമൃദ്ധമായ സാമ്പത്തിക സ്രോതസ് എനിക്ക് തീർന്നേ കരുണയെന്ന് പറയായിരുന്നു. അവന്റെ ആവശ്യത്തെ സൗഖ്യമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് വെക്കാതെ യേശു നമ്മളെ സൗഖ്യപ്പെടുത്തും. നമ്മൾ യേശു ജീവിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്തു പോകുന്നതും യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നതും. അവിടുത്തെ അടിപ്പിണലുകളാൽ നമുക്ക് രോഗശാന്തി എത്തിയിരുന്ന വരുമെന്നല്ല, വന്നിരിക്കുന്നെന്ന. ശാസ്ത്രമൊക്കെ എന്തുവരും പറയട്ടെ, നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ 1 പുസ്തകത്തിൽ 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവന്റെ 22-ാം വാക്യമാണ് തോന്നുന്നു, അവന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വരുമെന്നല്ല, വന്നിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തോടെ അപ്പസ്തലൻ പറയുകയാണ്, 5-ാം അധ്യായത്തിൽ പറയുമ്പോൾ സഭയിലെ മുമ്പന്മാരെ എത്തിയിട്ട് വരുത്തട്ടെ, തമ്മിൽ പാപങ്ങൾ ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ, പാപങ്ങളെ എത്തി പറഞ്ഞ് വിശ്വാസത്തോടെ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ, മുമ്പന്മാർ പ്രാർത്ഥിക്കട്ടെ. രോഗശാന്തി വ്യത്യസ്ത നിലവാരങ്ങൾ ലഭിക്കും. രോഗശാന്തി പ്രാപിക്കേണ്ടതിന് ദൈവ രോഗശാന്തിയുടെ വരമുള്ള ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ സൗഖ്യം പ്രാപിക്കും. രോഗശാന്തി വരേണ്ടതിന് സഭയിലെ മുപ്പന്മാരെ വിളിച്ച് നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയാൽ കർത്താവ് രോഗശാന്തി തരും. നമ്മൾ രണ്ടുപേർ വിശ്വാസത്തോടെ തമ്മിൽ കുറവുകളേറ്റ് പറഞ്ഞ് നമ്മളെ ഭാര്യയും ഭർത്താവും രണ്ടുപേരും കുടുംബം ഭാര്യയും ഭർത്താവും തെറ്റുകളേറ്റ് പറഞ്ഞ് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണേലും നമുക്ക് വേണ്ടിയാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ സൗഖ്യം. സഭയുടെ പ്രത്യേക പ്രാർത്ഥന നിനക്കത് സൗഖ്യമാക്കുന്നത് വളരെ ഫലിക്കും. സഭയുടെ പ്രാർത്ഥന രോഗശാന്തി തരും. അതുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രിയമുള്ളവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ കൊച്ചിങ്ങനെ അത്യാധവാദി കിടക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവസഭയുടെ പ്രാർത്ഥന സൗഖ്യം തരും. അപ്പം രോഗശാന്തി പ്രാപിക്കാൻ പല ഡിവൈസ് ഉണ്ട്. അവനെ ചോദിച്ചത് എന്താണ്? അവന് ചോദിച്ചു, കർത്താവേ എന്റെ ഭൗമികതയേക്കാൾ ഉപരി നിന്റെ ദയാണ്, നിന്റെ കരുണയാണ്, നിനക്ക് എന്നോട് കരുണ തോന്നണം. അതായിരുന്നു എന്റെ പ്രാർത്ഥന. ഞാൻ നിനക്ക് എന്ത് സൗഖ്യം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചിട്ടോ? കർത്താവ് ചോദിച്ചു. അവിടുന്ന് കർത്താവ് അറിയാനില്ലാന്ന് ചോദിച്ചത്. കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നതിന് മഹാത്മ്യം ഒന്നുകൂടെ ആഴമായി മനസ്സിലാക്കേണ്ട ആവശ്യമായിരുന്നു. അപ്പൊ അവിടെ ചോദിച്ചപ്പോൾ എനിക്ക് കാഴ്ച പറഞ്ഞ മാത്രയിൽ കർത്താവ് ചെയ്യുന്നു. കാഴ്ച പ്രാപിക്കാം. പറഞ്ഞ മാത്രയിൽ തന്നെ യേശുവിന് കാഴ്ച കൊടുക്കും. നിന്റെ വിശ്വാസം നിന്നെ. അയ്യോ ചെറു പറയാറുണ്ട്, അവനവന്റെ വിശ്വാസം എന്ത് ചെയ്യട്ടെ, അവനെ രക്ഷിക്കട്ടല്ല. യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം. അവൻ ദാവീദിന്റെ പുത്രനാണ്, അവൻ ക്രിസ്തുവാണ്. യോഹന്നാൻ പറഞ്ഞ പോലെ അവൻ ദാവീദിന്റെ പുത്രനായി വന്നവനാണ്, മശിഹായാണ്. ഇവർക്ക് സൗഖ്യം തരാൻ ശക്തനാണ്. ആരുള്ളവനെ നിരുത്സാഹപ്പെടുത്തിയാലും എന്റെ സങ്കടങ്ങളും ഭാരങ്ങളും എന്റെ ഉള്ളത്തിൽ ഞെരുക്കിയാണ് ഞാൻ നിലവിളിക്കും, ഞാൻ കരയും, ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. എനിക്ക് എന്റെ ദൈവത്തിന്റെ മക്കൾ എന്തോ ഉണ്ടെന്നറിയാമോ? ഒരു വിടുതലുണ്ട്. ആ വിശ്വാസം മനസ്സിലാക്കി ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ, മനസ്സിലാക്കി ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. നിങ്ങൾക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? എനിക്ക് എന്റെ വിഷയങ്ങളുടെ മുമ്പിൽ ഇന്ന് മുൻകാലം എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. അദ്ദേഹം വായിക്കുമ്പോൾ യേശു അവന്റെ വിശ്വാസത്തെ എന്ത് ചെയ്തു?
പ്രശംസിച്ചു. കർത്താവ് അനേക വിശ്വാസത്തെ പ്രശംസിച്ചിട്ടുണ്ട്. പുറയിലേക്ക് കയറിയായ സ്ത്രീ മകളുടെ ഭൂഗോപുരം നിമിത്തം യേശുവിന്റെ അടുക്ക് വന്നു പറഞ്ഞു, ഞാൻ ഭാഗത്തേക്ക് പോകുന്നില്ല, ഓടിച്ചു പറഞ്ഞേക്കാം. എന്താ പറഞ്ഞത്? ആ മക്കളെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ ഇട്ടുകൊടുക്കത്തില്ല. അവൾ വിട്ടില്ല. അവൾ പറഞ്ഞു, കർത്താവെ നീ എന്നെ നായെന്ന് വിളിച്ചല്ലോ എന്ന് പറഞ്ഞ അനുഭവമല്ലായിരുന്നു. ആ കർത്താവ് അടുത്ത പരിചയം ചെയ്യുമ്പോ യഹൂദന്മാർക്ക് വേണ്ടിയാണ് അങ്ങ് വന്നതെങ്കിലും യഹൂദന്റെ മേശയിൽ നിന്ന് വീഴുന്ന ശേഷിപ്പ് ആ മക്കളുടെ മേശയിൽ വീഴുന്ന ശേഷിപ്പ് ഈ നായ്ക്കുട്ടികൾക്കുള്ളതല്ലേ? കർത്താവ് പറഞ്ഞു, പക്ഷേ നിന്റെ വിശ്വാസം ചെയ്തിരിക്കുന്നു, നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവിടെ ആ മാസത്തിൽ തന്നെ അവരുടെ മകൾക്ക് സൗഖ്യം വന്നു. നിങ്ങൾക്കത് നമ്മുടെ കർത്താവ് നമ്മുടെ അർത്ഥവാക്യമായി ചെല്ലുന്നതാണ്. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, രാജാവായി വീണ്ടും വരുന്നു. നമ്മൾ എത്ര പേർ വിശ്വസിക്കുന്നു? പാപത്തിന് ശാന്തി തരുന്നു, എന്റെ രോഗത്തിന് ശാന്തി തരുന്നു. നമ്മൾ അങ്ങനെ വിശ്വാസത്തെ കർത്താവ് അങ്ങനെയുള്ള വിശ്വാസത്തെ പ്രശംസിക്കും. നമ്മൾ എഴുതിയിരിക്കുന്നത് കർത്താവ് പ്രശംസിച്ചു. യോഹന്നാൻ ലേഖനത്തിന്റെ അനുബന്ധമായിട്ട് ചിന്തയായിട്ട് വായിക്കാം. 5:5 വായിച്ച്. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാണ് ലോകത്തെ ജയിക്കുന്നത്? യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകും? യേശു തിരുവായ്പ കാര്യമായി വാക്യത്തിൽ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? അടുത്ത വാക്കുകളൊന്ന് വായിച്ചിട്ട്. ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു യേശുക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും. ജലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും വന്നവൻ യേശുവാണ്. അപ്പം ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു യേശുക്രിസ്തു തന്നെ. ജലത്തിൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. അടുത്ത വാക്കുകൾ വായിച്ചു വിട്ടു. ആത്മാവ് സാക്ഷ്യം പറയുന്നു. ആത്മാവ് സാക്ഷ്യം പറയുന്നു. ആത്മാവിനെ സത്യമല്ലോ. ആത്മാവ് സാക്ഷ്യം പറയുകയാണ്. വചനത്താലും ആത്മാവിനാലും ജനിക്കപ്പെട്ട കർത്താവ് അവനിൽ വിശ്വസിക്കുന്നവരാണ് ലോകത്തെ ജയിക്കുന്നത്. നിങ്ങൾക്കത് ലോകത്തെ ജയിക്കുന്നതും ജഡത്തിന്റെ ശക്തികളെ ജയിക്കുന്നതും പൈശാചിക ശക്തികളെ ജയിക്കുന്നതും ഇവിടുത്തെ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനത്തിൽ നിപുണരായിത്തീരുന്നവരല്ല, മറിച്ച് യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനെന്ന് വിശ്വസിച്ച് അവിടുത്തെ ദിവ്യ വചനങ്ങളിൽ എന്ത് ചെയ്യുന്നവരാണ്? അവിടുത്തെ ദിവ്യ വചനങ്ങളെ പ്രമാണിക്കുന്നവരാണ്. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. യോഹന്നാൻ 3-ാം വാക്യം നമുക്ക് സുപരിതമാണ്. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ വിശ്വസിക്കുന്നവരും ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മള് അടുത്ത വാക്യം 11-ാം വാക്യം വിശ്വാസം എന്താ? 11-6 വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ടെന്ന് അന്വേഷിക്കുന്നവർക്ക് എന്തുകൊണ്ട് പ്രതിഫലം കൊടുക്കുന്നുവെന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അവന്റെ വിശ്വാസ ദൈവത്തിന്റെ കൃത്യം മാത്രമല്ല, അവന്റെ വിശ്വാസം നിമിത്തം എന്തോ സംഭവിച്ചു? അവനെ കാഴ്ച പ്രാപിച്ചു. അടുത്തെന്തോ സംഭവിച്ചത്? അത് കണ്ടു നിന്ന ജനം ദൈവത്തിന് എന്തോ കൊടുത്തു? പുകഴ്ച കൊടുത്തു, മഹത്വം കൊടുത്തു. നാസറേയനായ യേശുവായി വഴി പോകുന്നതെന്ന് പരിചയപ്പെടുത്തിയവർ അവരുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വന്നു. ഇവൻ ദൈവത്തിന്റെ പുത്രന് മാത്രമേ കണ്ണില്ലാത്തവന് കണ്ണു കൊടുക്കാൻ കഴിയുള്ളൂ. കണ്ണിനെ സൃഷ്ടിച്ചു കൊടുക്കാൻ ഒരു വാക്കിനാൽ കണ്ണിനെ സൗഖ്യമാക്കുക, സൃഷ്ടിച്ചു കൊടുക്കുവാൻ, കാഴ്ച കൊടുക്കുവാൻ കഴിയുന്നവൻ ദൈവപുത്രനാണെന്ന് മഹത്വം വരുവാൻ കാരണമായി തീർന്നു. നമ്മളിരിക്കട്ടെ, ശിഷ്യന്മാരെ ഒരിക്കൽ കർത്താവിനെ ചോദിച്ചു, ഇവൻ കുരുടനായി പിറക്കാനുള്ള കാരണം എന്താണെന്ന് ഒരു കുണ്ടനെ കുറിച്ച് ചോദിച്ചു. ഇവന്റെ പാപമാണോ
ഇവന്റെ അമ്മയപ്പന്മാരുടെ ശാപം. അവന് ദൈവപുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിനാണ് അവൻ കുള്ളനായിട്ട് എന്ത് ചെയ്തത് പറഞ്ഞത്. ഞാൻ ഇവിടുത്തെ ഈ കുള്ളനും ഈ മത്തായി പറയുന്നത് കുള്ളന്മാരാണെങ്കിൽ തന്നെ രണ്ടുപേരാണെങ്കിലും രണ്ടുപേർ സൗഖ്യം പ്രാപിച്ചെങ്കിലും അവിടെ പ്ലൂറൽ ഫോമാണ്. അത് രണ്ടുപേർ സൗഖ്യം പ്രാപിച്ചെങ്കിലും ഒരാളെ സൗഖ്യം പ്രാപിച്ചെങ്കിലും അവന്റെ ആണെങ്കിലും അവരുടെ ആണെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു, അവരുടെ വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് തൽക്കാലം ദൈവസഭയിൽ നമ്മുടെ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ചിലതൊന്നും ശാപമല്ല. സന്തോഷയുടെ ദൈവത്തെ ശ്രദ്ധിച്ചാൽ ഒരു ശാപമല്ല, വേദന ഒരു ശാപമല്ല, അപകടം ഒരു ശാപമല്ല, മരണം ഒരു ശാപമല്ല. ഇന്നൊരു കാലം എത്ര പേർ വിശ്വസിക്കുന്നു. ഭക്തിയോടെ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളിൽ ആ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ മരണത്തിന്റെ ഒക്കെ മാറ്റി ദൈവത്തിന്റെ ശബ്ദം അതിന്റെ പിന്നിലുണ്ട്. ഇന്ത്യൻ ദൈവസഭയുടെ പഴയ കാലഘട്ടത്തിലെ അറിയപ്പെടുന്ന ദൈവദാസനായിരുന്ന കോശിപ്പാസ് എന്ന് പറയുന്ന ദൈവം. ആ കർത്താവിന്റെ ദാസൻ എന്റെ പിതാവ് പരേതനായ കൊണ്ടപ്പാറ കുഞ്ഞുമലേശിയും അദ്ദേഹം കൂടി തലവടിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരു മീറ്റിംഗിൽ വെച്ച് ദൈവത്തിന് പരിശുദ്ധാത്മാവ് എന്റെ പിതാവിനോടി കോശിപ്പാസിനോട് പറഞ്ഞു, കർത്താവിന്റെ ദാസനെ ഇവിടുത്തെ ശുശ്രൂഷ അസ്തമിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ആ മീറ്റിംഗ് കഴിഞ്ഞ് കർത്താവിന്റെ ദാസനും വിശ്വാസികളും കൂടി വള്ളത്തിൽ കയറി മറുകരയിലേക്ക് പോകണമായിരുന്നു. ആ വള്ളത്തിൽ കയറി പോകുമ്പോൾ കോശിയിലേക്ക് വള്ളക്കാരനോട് പറഞ്ഞു, ഈ വള്ളം മറിഞ്ഞാൽ ഞാനായിരിക്കും മരിക്കുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് ഉറപ്പിച്ചു. അതുപോലെ ആ വള്ളം മറിവാനിടയായിട്ട് കോശിപ്പാസ് മാത്രം മരിച്ചു, മറ്റാരും മരിച്ചില്ല. കർത്താവ് അറിഞ്ഞു കോശിപ്പാസിന്റെ ശുശ്രൂഷ തീർന്നു. കോശിപ്പാസ് എന്റെ അടുക്കൽ വിചാരിച്ച അതിനുള്ള ദിവയും ഒരു അപകടം മുന്നിൽ വന്നു. ആ അപകടത്തിൽ ദൈവം മാറ്റാൻ കഴിയത്തില്ലായിരുന്നൊക്കെ വേണേൽ വിമർശനം ചോദിക്കാം. അങ്ങനെ എന്താ അവിടെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കാം. നമുക്ക് ദൈവത്തിനോട് ചോദിക്കുവാനുള്ള അവകാശമില്ല. തന്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ വരുന്ന ഏത് വിഷയങ്ങളും ദൈവനാമം മഹത്വീകരിക്കാനാ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ദാസന്റെ ഭവനത്തെക്കുറിച്ച് മാർത്തയുടെ ഭവനത്തെക്കുറിച്ച് പ്രസംഗം നടത്തി. അത് ഞാൻ നമ്മുടെ അനക്കര ഗ്രൂപ്പിൽ ഇടുവാനിടയായി തന്നു. ശ്രദ്ധിക്കൂ, ദൈവത്തിന്റെ വൈതലേ, യേശു പ്രിയപ്പെട്ട, യേശുവിനെ സ്നേഹിച്ച, യേശുവിന്റെ പ്രിയനായിരുന്നവൻ ലാസ്റ്റ് രോഗമായി യേശു കടന്നു ചെന്നില്ല, മരിച്ചു. 2 നാളൂടെ കഴിഞ്ഞ് യേശു കടന്നു ചെന്നു. ലാസ്റ്റ് വെച്ച കല്ലറയിൽ വന്ന് അവനെ പുറത്തു വരുത്തി. ഇന്നത്തെ കാലം യേശു നമ്മുടെ രോഗത്തിന്റെ മണ്ഡലത്തിൽ വന്നില്ലെങ്കിലും, വേദനയുടെ മണ്ഡലത്തിൽ വന്നില്ലെന്ന് തോന്നിയാലും, യേശുവിന്റെ സ്ഥാനത്തെ അനുഗമിക്കാൻ കഴിയാതിരുന്നാലും നിരാശപ്പെടേണ്ട. മറ്റുള്ളവർ എന്തെല്ലാം വിമർശനങ്ങൾ പറയട്ടെ, അത് കാര്യമാക്കേണ്ട കാര്യമല്ല. ഞങ്ങളുടെ ഭാരങ്ങളും ദുഃഖങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ ഹൃദയത്തെ ഞെരുക്കുന്ന അനുഭവങ്ങളുടെ മധ്യത്തിൽ ഉപജനാശിപ്പിടക്കാതെ പോലെ ആത്മീയത്തിൽ ഉറക്കെ ഈ ഹൃദയനെ പോലെ ദൈവത്തെ നിലവിളിക്കുവാനിടയായി തീരട്ടെ. നമുക്ക് നിൽക്കുന്ന ഒരു കർത്താവ്, അവന് വേണ്ടി പ്രവർത്തിച്ച കർത്താവ്, അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് കണ്ട് യാത്രയിലുള്ള പുരുഷാരം ദൈവത്തെ മഹത്വീകരിക്കുവാൻ കാരണമായി തീർന്നു. ലാസ്റ്റ് മരണം ദൈവനാമ മഹത്വത്തിന് കാരണമായി, ശിഷ്യന്മാർ വിശ്വസിക്കുന്നതിന് കാരണമായി. ഇന്നും കാലം നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ സംഭവിച്ച പലതും ദൈവത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരട്ടെ. ഇന്നും കാലം വിശ്വസിക്കുന്നുണ്ട്, സംഭവിച്ചതിനെ ഓർത്തുകൊണ്ട് ചിന്തിക്കൊണ്ടിരിക്കല്ല, വേദനിക്കൊണ്ടിരിക്കല്ല, ആരോഗ്യക്കൊണ്ടിരിക്കല്ല. സംഭവിച്ചതൊക്കെ ദൈവത്തിന്റെ മഹത്വത്തിന് അത് വിശ്വസിച്ചാൽ അവരുടെ മഹത്വം നമ്മൾ കാണും, ലോകം കാണുവാനിടയായി തീരും. സന്തോഷത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മാത്രമല്ല സൗഖ്യം കിട്ടിക്കൊണ്ട് വീട്ടിൽ പോയില്ല. അനുഗ്രഹത്തിക്ക് വേണ്ടി മാത്രമല്ല യേശുവിനെ ആശ്രയിച്ചത്, അവൻ യേശുവിനെ അനുഗമിപ്പാനിടയായി, അവൻ യേശുവിന്റെ പിന്നാലെ പോകുവാനിടയായി തീർന്നു. ഇന്നൊരു കാലം ദൈവത്തിന്റെ വേദനയിലെ ചില
അനേകർ ആത്മീയന്തരായിരിക്കുമ്പോൾ അവന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചവൻ ആത്മീയ അന്ധതയില്ലാത്തവനായിരുന്നു. അവന്റെ പുറമെയുള്ള അന്ധത ആ യേശുവിന് വേണ്ടി മാറ്റിക്കൊടുക്കുവാനിടയായി തീർന്നു. ആശ്ചര്യമായി പുറമെയുള്ള അന്ധത അവന് മാറ്റിക്കിട്ടിയെങ്കിൽ അവന് മാറ്റിക്കൊടുത്തതിന് പിന്നാലെ അവനോട് യേശു പറഞ്ഞു, നിനക്ക് 3 ഭാഗങ്ങളിൽ ചേർത്ത് വായിക്കുമ്പോൾ അവനോട് യേശു പറഞ്ഞു, നീ സ്വാതന്ത്ര്യത്തോട് നിനക്ക് എന്ത് ചെയ്യാം? യേശുവിനെ നിർബന്ധിച്ചില്ല. എന്നാൽ അവൻ യേശുവിനെ അനുഗമിച്ചു. ദൈവത്തെ സ്തുതിച്ചാട്ട് പലരും ആ രോഗശാന്തിക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി അല്ലേ പ്രതിസന്ധി മൂർജിക്കുമ്പം അന്നേരം ആരാധന വേണം, പ്രാർത്ഥന വേണം, ഉപവാസം വേണം. കാര്യങ്ങളെല്ലാം അനുകൂലമായി കഴിയുമ്പോൾ ഉപവാസം വേണ്ട, പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട. കർത്താവിനെ എന്ത് ചെയ്യണ്ട? സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ തെണ്ടിയായി ഈ വഴിയോരത്തിൽ നിന്നെ തെണ്ടിച്ചിട്ട് ഞാൻ തെണ്ടിയിട്ട് ദണ്ഡന അനുഭവിച്ചിട്ട് ആർക്കും കണ്ണ തോന്നാതിരിക്കുമ്പോൾ എന്നോട് കണ്ണ തോന്നി എന്നെ ദണ്ഡന മാറ്റിയവൻ, എന്നെ യോഗ്യനാക്കിയവൻ, അവന്റെ പിന്നാലെ ഞാൻ അനുഗമിക്കുകയാണ്. നമ്മുടെ മറ്റു വായിക്കുമ്പോ അവൻ പുതപ്പ് വിട്ടെന്ന് ചെയ്തു. അവനൊരു പുതപ്പ് ഉണ്ട് ആശ്വാസത്തിനും ശിക്ഷ വാങ്ങിക്കാനും ഒക്കെ ആയിട്ട്. അവനെ പുതപ്പെടുത്ത് എറിഞ്ഞ് തേച്ച് പറഞ്ഞ് എന്റെ അടുത്ത് വരാൻ പറഞ്ഞാലും പുതപ്പെടുത്തുള്ള തീർവുണ്ട് കൊടുത്തിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുക. ഇന്നൽക്കാലം നമ്മുടെ ആശ്രയമായിരിക്കുന്ന പല പുതപ്പുകളും നമ്മളെ ആശ്വസിപ്പിക്കുന്ന പല പുതപ്പുകളും ഒന്ന് എടുത്തെറിഞ്ഞിട്ട് യേശുവിന്റെ പിന്നാലെ ഒന്ന് ഓടാൻ എത്ര പേർക്ക് തയ്യാറുണ്ട്? കണ്ണുകളെ വെച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ വെച്ചാട്ട് നമുക്ക്